90-ലധികം സീറ്റ് നേടി LDF ഭരണം തുടരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണ തുടർച്ചയുണ്ടായാൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെന്നും MV ഗോവിന്ദൻ ആവർത്തിച്ചു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായതായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായതായാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തില്ല. ഭരണ തുടർച്ചയ്ക്ക് തിരിച്ചടിയായേക്കാവുന്ന ഘടകങ്ങൾ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു. 110 സീറ്റുകൾ നേടി ഭരണ തുടർച്ചയുണ്ടാകുമെന്ന നിലപാടിൽ നിന്ന് CPIM പിന്നാക്കം പോയി. 90 സീറ്റുകളിലധികം നേടി ഭരണം നിലനിർത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇപ്രാവശ്യവും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ 90 സീറ്റുകളിൽ കൂടുതൽ നേടി കഴിഞ്ഞ 2 പ്രാവശ്യം പോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 3ാം ടേമിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. 2021 അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞതായി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. VD സതീശൻ വനവാസത്തിന് പോകേണ്ട ആവശ്യമില്ലെന്നും UDF നേതാവായി തുടരണമെന്നും MV ഗോവിന്ദൻ. രാഷ്ട്രീയ പ്രവർത്തനമാണ്, അദ്ദേഹം വനവാസത്തിനൊന്നും പോകാൻ പാടില്ല. ജനങ്ങളതൊക്കെ ക്ഷമിച്ചോളും. ആ പറഞ്ഞതെല്ലാം വെച്ച് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ അതേപോലെ നടക്കണമെന്നും ആരും പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വനവാസത്തിനൊന്നും പോകേണ്ടിയില്ല. കേരളത്തിൽ തന്നെ UDFന്റെ നേതാവായിട്ട് പ്രവർത്തിക്കട്ടെ. BJP ഒരു സീറ്റിൽ പോലും ജയിക്കില്ലെന്നും ഭരണം ലഭിച്ചാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.